എല്ലാവർക്കും ഒരേ വേതനം. ഇതാണിപ്പോൾ മാധ്യമങ്ങളുടെ മുറവിളി. അതായത് 24 ഹാഷ്മി വാങ്ങുന്ന അതേ ശമ്പളം തന്നെ അവിടുത്തെ പിയൂണിനും കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു റിപ്പോർട്ടറായിട്ട് വരുന്ന ഒരാൾക്കും കൊടുക്കണം. എനിക്കറിയില്ല. ഹാഷ്മി കിടന്ന് കുറെ പ്രസംഗിക്കുന്നുണ്ട് ഒരേ വേതനം എന്തുകൊണ്ട് കൊടുക്കാൻ കലിപ്പിലാണ് ഹാഷ്മി. അതുപോലെ തന്നെ സ്മൃതി പരുത്തിക്കാടും കിടന്ന് കുറെ പ്രസംഗിക്കുന്നുണ്ട് ഒരേ വേതനം. സ്മൃതി വാങ്ങുന്ന വേതനം തന്നെയാണ് അവിടെ പലർക്കും കിട്ടുന്നത്. സുജയ പാർവതി വാങ്ങുന്ന വേതനം തന്നെയാണ് അവിടെ പലർക്കും കിട്ടുന്നത്. അരുൺകുമാർ എല്ലാത്തിലും മോഹൻലാലിനെയും മമ്മൂട്ടിയെ ഇനി സിനിമാ ലോകത്തെ വിമർശിക്കാൻ ആരുമില്ല. അരുൺകുമാർ വിമർശിക്കാൻ ഈ അരുൺകുമാറിന് കിട്ടുന്ന വേതനം തന്നെയാണോ അവിടെ, അരുൺകുമാറിന് കിട്ടുന്ന ഫെസിലിറ്റീസ് തന്നെയാണ് അവിടെ ഉള്ള ബാക്കിയുള്ള റിപ്പോർട്ടർമാർക്കും സബ് എഡിറ്റർമാർക്കും കിട്ടുന്നത്? എന്തിനാണ് ഇവർ ഇങ്ങനെ ഈ കിടന്ന് ഈ എന്താ പറയുന്ന എന്തോ ചെന്നായി രക്തം കുടിക്കുന്നത് പോലെയോ അങ്ങനെ എന്തോ ഒരു പഴമൊഴി, എന്തിനാണ് ഇവരിങ്ങനെ റേറ്റിംഗ് കൂട്ടാനായിട്ട് ഇങ്ങനെ ഡെയിലി ഹേമ കമ്മിറ്റി? ഈ വയനാടൊക്കെ മറന്നെന്ന് തോന്നുന്നു. വയനാടിൻ്റെ ഇത്രയും പേര് മരിച്ച കാര്യം ഇതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. ഇപ്പോൾ തുല്യവേതനം സിനിമാ മേഖലയിൽ ഞങ്ങൾ നന്നാക്കിയിട്ടേ ഇനി ഈ ഫ്ലോർ വിട്ട് ഞങ്ങൾ പോകൂ എന്നാണ് മാപ്രകളുടെ ആളുകൾ. മാപ്രകളെന്ന് വിളിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല, കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ മലയാള സിനിമാ മേഖലയിൽ കഴിവുള്ള ആളുകൾ കഴിവാണല്ലോ മാനദണ്ഡം. അതെ, അല്ലാതെ തുണി അഴിച്ചു കൊടുത്ത് മാനദണ്ഡമാക്കുന്ന ചില ആളുകളുണ്ട്. ഒരു സിനിമയിലായിട്ട് അത് അവിടെ നിൽക്കട്ടെ, അത് രണ്ടാമത്തെ സിനിമ കൊടുത്തില്ലെങ്കിൽ പീഡന പരാതി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം മലയാള സിനിമയിലാണ് ഏറ്റവും നല്ല രീതിയിൽ വേതനം. മലയാള സിനിമ എന്ന് വെച്ചാൽ നമ്മുടെ ഈ നാട്ടിൽ നിലനിൽക്കുന്ന ബിസിനസ്സുകൾ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന കഴിവുള്ളവർക്ക്, ടാലന്റ് ഉള്ളവരെ ചോദിക്കുന്ന പണം കൊടുത്ത് കൊണ്ടുപോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി. അപ്പോൾ തുല്യവേതനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് എടുക്കുക, സിമ്പിളായിട്ടൊരു കൺസ്ട്രക്ഷൻ സൈറ്റ് എടുക്കുക. അവിടെ ഒരു പണി അറിയാവുന്ന ഒരു മെയിൻ മേസ്ത്രി ഉണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ 1500-2000 രൂപ വരെ ശമ്പളം കൊടുക്കുന്നത്. കാരണം അയാളായിരിക്കും ഇതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. എത്ര കമ്പി വേണം, എത്ര സിമെൻറ്റ് വേണം, എങ്ങനെ കെട്ടണം എന്നൊക്കെ എഞ്ചിനീയർ കഴിഞ്ഞാൽ ഒരു മെയിൻ മേസ്ത്രി ഉണ്ടാവും. അപ്പോൾ അതിന് താഴേക്ക് വന്നാൽ സാധാരണ മേസ്ത്രിമാരുണ്ടാവും. അവർക്കൊരു 1200 രൂപയായിരിക്കും ശമ്പളം. അതിൻ്റെ താഴെ മൈക്കാട് പണിക്കാരുണ്ട്. ഈ മൈക്കാട് പണിക്കാർക്ക് ഹെൽപ്പർമാർക്ക് മലയാളികളാണെങ്കിൽ ഒരു 900 രൂപ 1000 രൂപ ശമ്പളം കാണും. ബംഗാളികളാണെങ്കിൽ ഒരു 850-900 രൂപ. അതിഥി തൊഴിലാളികൾ 850 രൂപ 900 രൂപ ശമ്പളം ഉണ്ടാവും. പണ്ട് സ്ത്രീകൾക്ക് 500, അതായത് ആണുങ്ങൾ 500 മേടിക്കുമ്പോൾ സ്ത്രീകൾക്ക് 250 മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സ്ത്രീ തൊഴിലാളികൾക്കും പുരുഷ തൊഴിലാളികൾക്കും ഒരേ ശമ്പളമാണ് ഹെൽപ്പർമാർക്ക് ഈ പറയപ്പെടുന്ന കൺസ്ട്രക്ഷൻ മേഖലയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരൂ. സിനിമ ഇൻഡസ്ട്രിയിൽ വന്നാൽ ആണോ പെണ്ണോ വ്യത്യാസമൊന്നുമില്ല. ഏതാ ടെക്നീഷ്യന്മാരുടെ കൂട്ടത്തിൽ അവൻ്റെ കഴിവിനനുസരിച്ചിട്ടാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത്. ഇപ്പോൾ ഒരു ചീഫ് അസോസിയേറ്റ് ഒരു പടം ചെയ്യുമ്പോൾ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ റെമ്യൂണറേഷൻ കിട്ടുന്നതെന്നിരിക്കട്ടെ. ആ പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, റിലീസിങ് വരെ കൂടെ നിൽക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ഒരു 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ, അല്ലെങ്കിൽ മിനിമം ഒരു 6 മാസം എന്തായാലും അയാൾക്ക് ജോലി ചെയ്യേണ്ടി വരും. അതിനാണ് അയാൾക്ക് ഈ പറയപ്പെടുന്ന തുക ശമ്പളമായിട്ട് കൊടുക്കുന്നത്. പിന്നെ താരങ്ങളിലേക്ക് വരുമ്പോൾ മോഹൻലാൽ ഇപ്പോൾ എത്രയാണ് വാങ്ങുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 10 കോടി രൂപ എന്ന് വെക്കുക, മമ്മൂട്ടിയും ഒരു 10 കോടി രൂപ എന്ന് വെക്കുക. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ കൊണ്ടൊരു പടം ചെയ്യിക്കണം. 10 കോടി രൂപ മോഹൻലാലിനും കൊടുത്ത് നായികയ്ക്ക് ഇപ്പോൾ നല്ലൊരു നായികയെ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ മഞ്ജു വാര്യരൊക്കെ 2 കോടി 3 കോടി മേടിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എനിക്കറിയത്തില്ല. അപ്പോൾ മഞ്ജു വാര്യരെ കൊണ്ടുവന്ന് പടം ചെയ്യുന്നത് 2 കോടി രൂപ മഞ്ജു വാര്യർക്കും കൊടുക്കുന്നു. അപ്പോൾ മോഹൻലാലിന്റെ പടമാണ്, മോഹൻലാൽ മഞ്ജു വാര്യർ കോമ്പിനേഷനാണ്. ഇവർക്ക് മഞ്ജു വാര്യർ അതിനകത്ത് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു നല്ല കോമ്പിനേഷൻ കൊണ്ടുവരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് അർഹിക്കുന്ന അവരുടെ ഒരു മാർക്കറ്റ് റേറ്റ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും മോഹൻലാലിനെ വെച്ചിട്ടാണ് ഈ പടം കച്ചവടമാവുന്നത്. അപ്പോൾ ഈ പടം മോഹൻലാലിനെ വെച്ച് ബ്രാൻഡ് ചെയ്യുമ്പോൾ ആ ബ്രാൻഡ് വാല്യൂ ആ നടനെ കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നത്. ഇതേ പടം നോക്കൂ, മോഹൻലാലിനെ വെച്ച് ചെയ്യാനിരുന്നൊരു പടം ഒരു 50 കോടി രൂപയുടെ പടമാണെന്ന് നോക്കൂ. ഇതേ പടം ഒരു 20 കോടി രൂപ ചെലവ് കുറച്ച് മോഹൻലാലിന് പകരം ഷൈൻ ടോം ചാക്കയെ വെച്ച് ചെയ്യുന്നു നോക്കുക. ഈ 50 കോടി മുടക്കി മോഹൻലാലിനെ വെച്ച് ഈ പടം ചെയ്താൽ അതൊരു തിയേറ്ററിൽ നിന്ന് ഒരു 150 കോടി കളക്ട് ചെയ്യുമെങ്കിൽ ഷൈൻ ടോമിനെ വെച്ച് ഈ പടം ഒരു 20 കോടിക്ക് ചെയ്താൽ ചിലപ്പോൾ 10 കോടി കളക്ട് ചെയ്തു. ആരും കുറ്റം പറയുന്നതല്ല, സിനിമയിലെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചാണ് പ്രതിഫലം എന്നുള്ളതാണ്. അപ്പൊ ഈ ഷൈൻ ടോമിന് മോഹൻലാലിനെ വെച്ച് എഴുതിയതാണ്, മോഹൻലാലിന് 10 കോടി കൊടുക്കാൻ വെച്ചിരുന്നതാണ്. അതുകൊണ്ട് ഷൈന് 10 കോടി കൊടുക്കണം എന്ന് പറയുന്നത് എന്തെങ്കിലും ന്യായം? അതുപോലെയാണ് ഈ തുല്യവേതനം എന്ന് പറയുന്നത്. തന്നെ ആദ്യമേ പറഞ്ഞതിനോട് ഹാഷ്മി താജ് ഇബ്രാഹിം മലയാളത്തിലെ എണ്ണം പറഞ്ഞ മികച്ച മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ്. നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന, നല്ല പ്രേക്ഷകരുള്ള, ഒരുപക്ഷെ SKN പോലും കവച്ചു വെച്ച് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് ഹാഷ്മിക്ക് 24 കൊടുക്കുന്ന ശമ്പളം ഇപ്പോൾ ഒരു 3 ലക്ഷമോ 4 ലക്ഷമോ ആണെന്ന് വെക്കുക. എനിക്കറിയത്തില്ല, 3 ലക്ഷമോ 4 ലക്ഷമോ ആണെന്ന് വെക്കുക. അതില് വേണ്ട അങ്ങ് താഴെ കടയിലോട്ട് പോകണ്ട, ഒരു റിപ്പോർട്ടർ ഹാഷ്മി ഇരിക്കുന്ന
കൊച്ചി സ്റ്റുഡിയോയുടെ അടുത്ത ബ്യൂറോയിൽ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറുടെ ശമ്പളം ഒരു പക്ഷേ 50,000 രൂപ 60,000 രൂപ ആയിരിക്കും. അത്രയും കാണണമെന്നില്ല, ചിലപ്പോൾ 18 രൂപ 25 രൂപ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് താഴോട്ട് പോകണ്ട എന്ന് പറഞ്ഞത്, ട്രെയിനീസിന്റെ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇവരൊക്കെ എല്ലാം മാധ്യമ സ്കൂളുകൾ 24 അക്കാഡമി ഉണ്ട്, മനോരമയ്ക്ക് അക്കാഡമി ഉണ്ട്, മീഡിയ വൺ അക്കാഡമി ഉണ്ട്, മാതൃഭൂമിക്ക് അക്കാഡമി ഉണ്ട്, എനിക്കറിയത്തില്ല. സ്വാഭാവിക ഇവർക്കെല്ലാം അക്കാഡമികളുണ്ട്. ഇവര് ഈ അക്കാഡമിയിൽ തന്നെ 50,000, 1 ലക്ഷം, 1.5 ലക്ഷം രൂപ 2 ലക്ഷം ഒക്കെ ഫീസ് കൊടുത്ത് പഠിപ്പിച്ചെടുക്കുന്ന പിള്ളേരിൽ നിന്ന് ഏറ്റവും ടാലന്റ് ഉള്ള 4-5 പേര്, ഒരു ബാച്ചിൽ നിന്ന് 4-5 പേരാണ് ഇവർ ട്രെയിനീസ് ആയിട്ട് ഹയർ ചെയ്യുക. അവർക്ക് 15,000 16,000 രൂപയായിരിക്കും ശമ്പളം കൊടുക്കുക. അപ്പോൾ എക്സ്പീരിയൻസ് ആണ് ഈ എന്തുകൊണ്ടാണ് ഈ 16,000 രൂപയ്ക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ പഠിപ്പിച്ച പിള്ളേരല്ലേ, അതിൽ ടാലന്റ് ഉള്ള പിള്ളേരല്ലേ. നിങ്ങൾ എന്താ അവർക്ക് 50,000 രൂപ കൊടുക്കാത്തെ? ഈ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ അത് ഇതാണ്. ഒരു 50 പിള്ളേർ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിരിക്കട്ടെ, അതിൽ 4 പേർക്കോ 5 പേർക്കോ ആണ് ജോലി ബാക്കി 45 കൊച്ചുങ്ങൾ ജോലി കിട്ടുമെന്ന് ചോദിച്ചാൽ മുട്ട വെച്ച് വിരിയിച്ച പോലെ അവിടുന്ന് പണിയും പഠിച്ചിട്ട് ഈ 45 പിള്ളേർ പുറത്തിറങ്ങും. ജോലി അന്വേഷിച്ച് ഓരോ മറ്റേ സുജയ പറഞ്ഞതുപോലെ അഭിമുഖവും ഓഡീഷനും ഒക്കെ കാത്ത് നമ്മളും ഇങ്ങനെ അലഞ്ഞു നടക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇവരെവിടെയാ പോവാ? നാട്ടിൽ ഇവർ കുറ്റം പറയുന്ന യൂട്യൂബ് ചാനലുകൾ, അതായത് ശ്രീനന്ദർക്ക് ഇന്ന് പുച്ഛമെന്നറിയാമോ യൂട്യൂബ് ചാനലുകളെ പറ്റി പറയുമ്പോൾ? ഈ യൂട്യൂബ് ചാനലുകളിൽ പോയി 1 വർഷം 1.5 വർഷം നിൽക്കും. അവിടെ നിന്ന് ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനുള്ള പേടിയും ഭയവും ഒക്കെ പണി പഠിച്ചു ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെ പൂർണ്ണമായും പണി പഠിച്ചു ഞാൻ പറയാൻ അവകാശപ്പെടുന്നില്ല. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനുള്ള പേടിയും ഭയവും ഇറങ്ങി 4 പേരോട് സംസാരിക്കാനും ഒക്കെ ധൈര്യപ്പെട്ട് ഈ വീഡിയോ ഒക്കെ വെച്ചിട്ട് റെസ്യൂം അയക്കുമ്പോൾ ചിലപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉടമസ്ഥരുള്ള ചാനൽ തന്നെ തിരിച്ചെടുക്കും, അല്ലെങ്കിൽ അതിനോടൊപ്പം ബീറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള ചാനലുകൾ എടുക്കും. അപ്പോൾ പൈസ വാങ്ങിയതാരാ? ആദ്യമേ കുട്ടികളെ 2-2.5 ലക്ഷം രൂപ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പൈസ വാങ്ങിയതാരാ? ഈ ചാനൽ. എന്നിട്ട് നിങ്ങൾ ഈ ട്രെയിനിങ് കൊടുത്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് മികച്ച കുട്ടികളെ നിങ്ങൾ എടുക്കുമ്പോൾ ആ കുട്ടിക്ക് എന്താ മാനുവായിട്ട് 50,000 നിങ്ങൾക്ക് ശമ്പളം കൊടുത്താ? ഇല്ല, അവിടെ 15-16 രൂപയാണ് ശമ്പളം. അപ്പോഴും ഈ കൊമ്പത്തിരുന്നുകൊണ്ട് അന്നും ഈ കുട്ടികളോട് ഡെസ്കിലും അപ്പുറത്തും ഇപ്പുറത്തും ക്യാമറയുടെ പിന്നിലിരുന്ന് കേൾക്കുമായിരിക്കും. അല്ല, ഇവരും പല തിക്ത അനുഭവങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്ലോറിൽ ഈ ഷൂട്ട് നടക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകര്, പിന്നെ ഹാഷ്മി ആകട്ടെ, സ്മൃതി പരുത്തിക്കാടാകട്ടെ, ഇവരൊക്കെ ഘോരം തുല്യ വേതനത്തിന് വേണ്ടി പ്രസംഗിക്കുമ്പോൾ അതിന്റെ പുറകിൽ കിട്ടിയ 15,000 രൂപ ശമ്പളത്തിൽ ലോണും അടച്ച് വീട്ടിലും കൊടുത്ത് ഹോസ്റ്റലും കഴിഞ്ഞ് അന്ന് വൈകുന്നേരം പുറത്തോട്ടിറങ്ങി ഒരു ചായ കുടിക്കാൻ കാശില്ലാത്ത പിള്ളേരെ ആ ചാനൽ ഫ്ലോറിലും കാണും. അവരാണ് പറയുന്നത് സിനിമാ മേഖലയിൽ തുല്യ വേതനം ഉണ്ടാക്കുന്നത്. ഈ സിനിമാ മേഖല പറയുന്നത് ഒരു പ്രൊഡക്ഷൻ കമ്പനി, അതൊരു സ്ഥിരം ജോലിയൊന്നുമല്ല. തുല്യ വേതനം ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ പറയപ്പെടുന്ന നിങ്ങൾ ഈ ഒരേ ഡെസിഗ്നേഷനിൽ തുല്യ വേതനം ഉണ്ടാക്കുക, മൊത്തം ആളുകളും കൊടുക്കണ്ട. നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സബ് എഡിറ്റേഴ്സിനും ഒരേ ശമ്പളം. ഒരേ ശമ്പളമാണോ? അല്ല. എല്ലാ ക്യാമറമാർക്കും ഒരേ ശമ്പളം അല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എക്സ്പീരിയൻസ് അനുസരിച്ചല്ലേ അവരുടെ സാലറിയുടെ ഇത് കൂടുന്നത്. ഇപ്പൊ ഞാനൊക്കെ തുടക്കത്തിൽ കയറിയപ്പോൾ എന്റെ ശമ്പളം 6,500 രൂപയായിരുന്നു. പിന്നെ അതിൽ നിന്ന് നമ്മുടെ എക്സ്പീരിയൻസും നമ്മൾ വർക്ക് ചെയ്ത മേഖലകളിലൂടെ കടന്നു പോയതിൻ്റെ ഇത് ആളുകൾക്ക് മനസ്സിലാകുമ്പോഴാണ് പിന്നീട് നമ്മളെ വിളിക്കുമ്പോൾ സാലറി കൂട്ടി തരുന്നത്. അതുപോലെ തന്നെയാണ് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം രോഹിത് നേരത്തെ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മോഹൻലാലിന് 10 കോടി രൂപ കൊടുത്ത് അത്രയും സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നായകനെ ആ സിനിമയിലേക്ക് ഇടുമ്പോൾ 50 കോടി ചെലവാക്കിയെടുത്ത് അവർ 150 കോടി പ്രതീക്ഷിക്കും. മോഹൻലാലിനെ വെച്ചൊരു പടം ചെയ്യാണ്, 10 കോടി രൂപ മോഹൻലാലിന് കൊടുക്കുന്നു. ഈ പടം കാണാൻ ആള് ഇടിച്ചു കയറും. ഈ 10 കോടി എനിക്ക് തരികയാണ്, ജയൻ ചേർത്തല എന്ന് പറയുന്നത് എനിക്ക് തരികയാണ്. ജയൻ ചേർത്തല പടം പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഭാര്യ പോലും ആ ദിവസം ഈ പടം കാണാൻ കയറൂല. അപ്പൊ പിന്നെ എങ്ങനെയാണത് യാഥാർത്ഥ്യം? ശരി, ഓരോരുത്തരും ഇപ്പൊ മോഹൻലാൽ വന്ന ഉടനെ ഒന്നും മോഹൻലാലിന് ഈ കോടികളിൽ കിട്ടില്ല. മോഹൻലാൽ ടാലന്റ് കൊണ്ടും കഴിവുകൊണ്ടും ഉണ്ടാക്കിയെടുത്തതാണ്. മോഹൻലാലല്ല, മമ്മൂട്ടിയല്ല, ആരോ ആയിക്കോട്ടെ, സുരേഷ് ഗോപിയല്ല, ആരോ ആയിക്കോട്ടെ. അതുകൊണ്ടാണ് അവരുടെ പടങ്ങൾ ഇത്രയും കോടി രൂപ മുടക്കി നിർമ്മിക്കാൻ നിർമ്മാതാക്കൾ ഇപ്പോഴും ക്യൂ നിൽക്കുന്നത്. ഈ പറയപ്പെടുന്ന അലക്കലും ബഹളം ഒന്നും കേട്ടിട്ട് ഒരു കാര്യമില്ല. മോഹൻലാലൊക്കെ ഇപ്പോഴും മാറ്റി വെച്ചേക്കുന്ന ആയിരക്കണക്കിന് പ്രൊജക്ടുകൾ ഉണ്ടാവും. മമ്മൂട്ടിക്ക് ഉണ്ടാവും, എന്തിനു പറയുന്നത് ഷൈൻ ടോൺ ചാക്കൊക്കെ ഉണ്ടാവും, ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടാവും. ധ്യാൻ ശ്രീനിവാസനൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു സിനിമകളിൽ തിയേറ്ററിൽ ഓടിയില്ലെങ്കിലും OTT-ലൊക്കെ നമ്പർ 1 ആണ്. മാർക്കറ്റ് വേറെ ആരും ഇല്ല. ഞാൻ പറഞ്ഞ ഏറ്റവും ഇന്നലെ അങ്ങോട്ട് നായകനായി വന്ന് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കുറെ സിനിമാ സുഹൃത്തുക്കളുണ്ട്, ഇവര് സ്ക്രിപ്റ്റ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇവർ കഥ പറയാൻ പോകും. അപ്പൊ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളോടൊക്കെ കഥ പറയാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് അവന് കഥ ഇഷ്ടപ്പെട്ടില്ല, ഡേറ്റ്. അപ്പൊ ഞാൻ ഇവനൊക്കെ ഇത്രയും വലിയ മാർക്കറ്റായി പോയി. കാരണം ഏതെങ്കിലും ഒരു പടത്തിൽ വന്നിട്ട് ഒരു കുഞ്ഞു വേഷം ചെയ്ത് ഹിറ്റായ ആളുകളായിരിക്കും. അവരുടെ ഡേറ്റ് കിട്ടാനില്ല, അവര് സെലക്റ്റീവ് ആണ്. നീ കോടി കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് പണമൊന്നും അല്ല അവിടുത്തെ പ്രശ്നം, കഴിവ് തന്നെയാണ്. നീ ഇപ്പൊ എത്ര കോടി കൊടുക്കാമെന്ന് പറഞ്ഞാലും അവര്, ഇപ്പൊ ഞാൻ പറയാം, എന്റെ ഒരു സുഹൃത്ത് സംവിധായകനായി, അയാളുടെ ആദ്യത്തെ പടം. അപ്പൊ ഈ ആദ്യത്തെ പടം വലിയ ബ്രാൻഡിലാണ് അവർ ചെയ്യുന്നത്, വലിയ പ്രൊജക്ട് ആണ്, വലിയ സക്സസ് ആവുന്ന 100% ഉറപ്പിച്ചാണ് പോകുന്നത്. അപ്പൊ ഇത് മാർക്കറ്റിൽ ചർച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സംവിധായകൻ അഡ്വാൻസ് കൊടുക്കാൻ പ്രൊഡ്യൂസർമാർക്ക് പോവാം. ഓക്കെ, പുള്ളിനോട് 4-5 പ്രൊഡ്യൂസർമാർക്ക് വേണ്ടിയിട്ട് ആളുകൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പടം ഹിറ്റാവുമെന്നും ഈ പടം ഹിറ്റായാൽ ഈ പുള്ളിയുടെ നല്ല സ്റ്റഫ് ഉണ്ടെന്നും
ഇയാൾക്ക് ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടുമെന്നും അടുത്ത പടം ഓണാക്കാനും പറ്റുമെന്ന് പറഞ്ഞിട്ട് ആളുകൾ ക്യൂവാ. അതേസമയം ഒരു സ്ക്രിപ്റ്റും കൊണ്ട് 10-20 വർഷമായിട്ട് പ്രൊഡ്യൂസർമാരെ തപ്പി നടക്കുന്ന ആളുകളെ സംവിധായകർ ഉള്ളവരെ എനിക്കറിയാം. അത് കഴിവാണ്, അവരുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പടത്തിന് ചിലപ്പോ ഫസ്റ്റ് പടത്തിന് ആ സംവിധായകന് ഒരു 10 ലക്ഷം രൂപയ്ക്ക് റെമ്യൂണറേഷൻ കിട്ടി. അടുത്ത പടത്തിൽ അവൻ 5 പേര് ക്യൂ നിൽക്കുമ്പോൾ അവൻ ചോദിക്കും, സർ ഞാൻ പടം ചെയ്യാം, എനിക്കൊരു 50 ലക്ഷം രൂപയാണ് എന്റെ റെമ്യൂണറേഷൻ. ഈ 5 പേര് ഒരുത്തൻ തയ്യാറായാൽ അവനാ പൈസ മേടിക്കാൻ പറ്റും. അപ്പൊ അവിടെ എങ്ങനെയാ തുല്യവേതന യാഥാർത്ഥ്യമാകുന്നത്? അപ്പൊ ഈ മാധ്യമ പ്രവർത്തകർ ഒന്നുമില്ല, ഇത് ഇവർക്കറിയാൻ പൊട്ടത്തരമാണ്. ഈ ഹാഷ്മി അഖിൽമാരാരോട് പോയി പരാജയപ്പെട്ട പരിപാടി നമുക്കറിയാം. ഹാഷ്മിക്ക് അറിയാം ഈ മാരാര് പറയുന്നതാണ് ശരിയെന്നുള്ളത്. ഹാഷ്മിക്ക് കൃത്യമായി അറിയാം. പിന്നെ ജനകീയ കോടതിയല്ലേ, വക്കീലല്ലേ, അരുൺകുമാർ പൊളിച്ചിട്ട് പോയതല്ലേ, അവിടെ പരാജയപ്പെടാൻ പറ്റത്തില്ലല്ലോ. കളി മാരാരോടാ. ഞാനിത് ആദ്യം പറഞ്ഞതാണ്. മാരാര് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ലൈവ് ഇട്ട് മൊത്തം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാഷ്മിയുടെ പിന്നെ 24 അത് ഇടേണ്ട ഒരു അവസ്ഥ വന്നപ്പോ അവര് അത് പുറത്തിറക്കേണ്ടി വരും. ഇവർക്ക് ഈ വിളിച്ചു പറയുന്നവർക്ക് അറിയാം സത്യം എന്താണെന്ന് അറിയാം. മനസാക്ഷി കുത്തില്ലേ മനുഷ്യന്മാർ? എനിക്ക് അതേ ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഈ തുല്യവേതനം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടുത്തെ HR-ന്റെയും മുതലാളിയുടെ ഒക്കെ മുഖത്ത് എങ്ങനെ നോക്കുന്നേ? അപ്പൊ അത് നാളെ ഇവർക്കും ഇത് നടപ്പിലാക്കും. മുതലാളിയുടെ മുഖത്തല്ല, ഈ പറഞ്ഞ ട്രെയിനീസിന്റെയും സബ് എഡിറ്റേഴ്സിന്റെയും റിപ്പോർട്ടർമാരുടെ മുഖത്ത് എനിക്ക് തോന്നുന്നു ഇവര് തുല്യവേതനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഇറങ്ങി പോവായിരിക്കും. അല്ലാതെ എന്താ പറയാനുള്ളത്? അവിടെ ക്യാമറമാന്റെ പുറകിൽ ഒരു ക്യാമറ ട്രെയിൻ നിൽക്കും. അവരന്ന് വാങ്ങിച്ച 15,000 രൂപയാണ്. ഇയാള് 4 ലക്ഷം 5 ലക്ഷം മേടിച്ചിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. ഇറങ്ങി പോകുമ്പോ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇടങ്ങണ്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ പോക്ക്. ഓക്കെ, എന്തായാലും തുല്യവേതനം ഒന്നും ഒരിക്കലും നടക്കുന്ന കാര്യങ്ങളെല്ലാം ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അവർ ശമ്പളം വാങ്ങട്ടെ. ഓക്കെ.